എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കി കൊടുത്തിട്ട് ഒരുപാട് പേരുടെ അടുത്ത് നിന്ന് നല്ലൊരു അപ്രിസിയേഷൻ കിട്ടിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കടലക്കറി റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. ഈസിയാണ്, നല്ലൊരു വറുത്ത കടലക്കറി. അപ്പം എൻ്റെ പേര് ഷഹന. വെൽക്കം ടു ഷഹനാസ് റെസിപ്പീസ്. കടലക്കറി ഉണ്ടാക്കാൻ ആലോചിക്കുന്ന ദിവസത്തിൻ്റെ തലേന്ന് തന്നെ നമ്മൾ കടല കുതിർത്തി വെക്കണം. അല്ലെങ്കിൽ കടലക്കറി ഉണ്ടാക്കുന്നതിന് മുമ്പ് 8 മണിക്കൂർ മുമ്പ് കടല കുതിർത്തി വെക്കണം. നന്നായി കഴുകി വൃത്തിയാക്കിയിട്ടുള്ള കുതിർത്തിയ കടല ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഞാനിവിടെ ഒരു 2.5 കപ്പ് കടലയാണ് എടുത്തിട്ടുള്ളത്. കുതിർത്തിയതിന് ശേഷം ഇനി ഇതിലേക്ക് ഒരു വലിയ സവാള ചെറുതായി സ്ലൈസ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഒരു 10 വെളുത്തുള്ളി അല്ലി അതേപടി ചേർത്ത് കൊടുക്കാം. അത്യാവശ്യം എരിവുള്ള ഒരു 3 പച്ചമുളക് ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാല അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മീറ്റ് മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കടല മുങ്ങിക്കിടക്കാൻ പാകത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് വേവിച്ചെടുക്കാം. ഒരു ചെറിയ തീയിൽ ആദ്യത്തെ ഒരു 2 വിസിൽസ് ഹൈ ഫ്ലെയിമിൽ അടുപ്പിച്ച് പിന്നീട് ഒരു ചെറിയ ഫ്ലെയിമിൽ വെച്ച് ഒരു 4 വിസിൽസ് അടിച്ചാൽ കടല നന്നായി സോഫ്റ്റായി വെന്ത് കിട്ടും. ഈ ഒരു സമയം കൊണ്ട് കടലയ്ക്ക് ആവശ്യമായിട്ടുള്ള വറുത്തരപ്പ് തയ്യാറാക്കാം. ചുവട് കട്ടിയുള്ളൊരു ചീനച്ചട്ടി വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 3-4 ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. ചെറിയുള്ളി ഒന്ന് സോട്ടായി വരുമ്പോൾ അതിലേക്ക് 1 കപ്പ് ഫ്രഷ് ആയിട്ടുള്ള ചെറിയ തേങ്ങ ചേർത്ത് കൊടുത്ത് നന്നായി വറുത്തെടുക്കുക. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ എത്തുന്നത് വരെ ചെറിയ തീയിൽ വെച്ച് തന്നെ നല്ലപോലെ വറുത്തെടുക്കുക. ഇങ്ങനെ തേങ്ങ വറുത്തതിലേക്ക് തീ നന്നായി കുറച്ചതിന് ശേഷം അല്ലെങ്കിൽ ഓഫ് ചെയ്തതിന് ശേഷം ചൂടോടുകൂടെ തന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതും കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുക. ഈ വറുത്തരച്ച തേങ്ങ നന്നായി ചൂടാറിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലിട്ട് കുറച്ച് വെള്ളം വേണമെങ്കിൽ ചേർത്ത് അല്ലെങ്കിൽ ഒട്ടും വെള്ളം ചേർക്കാതെ ഇത് അരച്ചെടുക്കാം. അടുത്തൊരു സ്റ്റെപ്പ് കടല താളിച്ചെടുക്കലാണ്. ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിച്ച് കറിവേപ്പിലയും വറ്റൽമുളകും ഇട്ടൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മീറ്റ് മസാല 1/4 ടീസ്പൂൺ വീതം ചേർത്ത് കൊടുത്താൽ മതി. ഒരുപാട് ചേർക്കണ്ട. ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് വേവിച്ച് വെച്ച കടല ഒഴിച്ച് കൊടുക്കുക. കടലയിൽ ആവശ്യത്തിന് വെള്ളം ഉണ്ടാവും. നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ അരപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് വെള്ളം ആവശ്യമാണെങ്കിൽ കുറച്ചുകൂടി വെള്ളം ചേർത്ത് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഞാനിവിടെ ഈ ഒരു കടലക്കറി നല്ല പുട്ടിൻ്റെ കൂടെയാണ് സെർവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് ചാറോട് കൂടിയാണ് എടുത്തിട്ടുള്ളത്. നല്ല ചൂട് പുട്ടും അതിൻ്റെ കൂടെ ഈ വറുത്തരച്ച കടലക്കറിയും കൂടി ഉണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റാണ്. കടലക്കറി ഉണ്ടാക്കിയിട്ട് ഒരു അരമണിക്കൂറോ 1 മണിക്കൂറോ ഒന്ന് വെച്ചിട്ട് എടുക്കുകയാണെങ്കിൽ നല്ല രുചിയാണ്. ഈ ഒരു കടലക്കറി ആ ഒരു തേങ്ങാരപ്പിൻ്റെ സ്വാദൊക്കെ ഇതിലേക്ക് നന്നായി ഇറങ്ങിയിട്ടുണ്ടാവും. ഈ ഒരു കടലക്കറി ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻസിൽ അറിയിക്കുക. വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെയും നല്ല നല്ല റെസിപ്പികളായിട്ട് കാണാം. അതുവരേക്കും താങ്ക് യു.